നഷ്ടത്തിൽ ദുഃഖമില്ലേ? ചിരിച്ചുകൊണ്ട് അറബി പറഞ്ഞു, അള്ളാഹു നൽകിയ ധനം അള്ളാഹു തിരിച്ചെടുക്കുന്നതിൽ നാം എന്തിന് ഭയക്കണം? അള്ളാഹു നൽകിയ ജീവൻ അള്ളാഹു തിരിച്ചെടുക്കുന്നതിൽ നാം എന്തിന് വിഷമിക്കണം? ഇത് RVC ബോർഡിലേക്ക് ജീവിക്കുവാനുള്ളൊരു പ്രചോദനം നൽകുകയാണ് ഉണ്ടായത്. റോമിൽ നിന്നും ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച, റോമിലെ പുഷ്പം എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച സുഹൈബ് റളിയല്ലാഹു അൻഹു ഒരു ഗവർണറുടെ മകനായിട്ടാണ് പിറന്നത്. പിന്നീട് ഒരു യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട് അടിമച്ചന്തയിൽ നിന്നും മറ്റൊരു അടിമച്ചന്തയിലേക്ക് ആനയിക്കപ്പെട്ടു. അവസാനം മക്കയിലെത്തി അടിമയായിട്ട് വിൽക്കപ്പെടുന്നു. പിന്നീട് മോചനം ലഭിക്കുകയാണ്. അവിടുന്ന് സ്വന്തം അധ്വാനത്തിലൂടെ ധനികനാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധനികനായി തീരുന്ന സന്ദർഭത്തിലാണ് ഇസ്ലാമിലേക്ക് ആകർഷണനാകുന്നത്. അങ്ങനെ പ്രവാചകൻ ഖുറൈശികളുടെ പീഡനം സഹിക്കുവാൻ സാധിക്കാതെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത ശേഷം സുഹൈബ് റളിയല്ലാഹു അൻഹുവിന് അവിടെ നിൽക്കുവാൻ മനസ്സനുവദിച്ചില്ല. അങ്ങനെ അദ്ദേഹം മക്കയിൽ നിന്നും മദീനയിലേക്ക് രാത്രി പലായനം ചെയ്യുവാൻ തീരുമാനിച്ചു. വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തുകയാണ്. തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഖുറൈശികൾ തടഞ്ഞിട്ട് പറഞ്ഞു, ഒന്നുകിൽ വിശ്വാസം ഉപേക്ഷിച്ചിട്ട് ധനവുമായി കഴിയാം, അല്ലെങ്കിൽ ധനം ഉപേക്ഷിച്ചിട്ട് വിശ്വാസവുമായി കഴിയാം. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞു, എനിക്കെൻ്റെ വിശ്വാസം മതി. അങ്ങനെ മക്കയിൽ നിന്നും ധനികനായി യാത്രയാരംഭിച്ച് മദീനയിലെത്തിയപ്പോൾ ദരിദ്രനായി തീർന്ന മഹാനായ സ്വഹാബിയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിൽ 9-ാം അധ്യായത്തിൽ 24-ാം വചനത്തിൽ പറയുന്നില്ലേ, കുൽ ഇൻകാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറത്തുകും വ അംവാലിൻ ഇഖ്തറഫ്തുമുഹ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ, അള്ളാഹുവിനേക്കാളും അവന്റെ ദൂതനേക്കാളും അവന്റെ മാർഗത്തെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഇണകളും പുത്രന്മാരും സഹോദരങ്ങളും ബന്ധുക്കളും നഷ്ടം ഭയപ്പെടുന്ന കച്ചവടവും മണിമന്ദിരങ്ങളും സമ്പത്തുമാണ് എങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം കടുത്ത ശിക്ഷ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുവാൻ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല വഴിപിഴച്ച ജനതയെ. അതുകൊണ്ട് എല്ലാത്തിനുമുപരി അള്ളാഹുവിനെ സ്രഷ്ടാവിനെ സ്നേഹിക്കുവാനുള്ള മനസ്സുണ്ട് എങ്കിൽ സാമ്പത്തികമായി എന്ത് പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും. ഇനി മനുഷ്യ മനസ്സുകളിൽ ഭയവും അങ്കലാപ്പും നിരാശയും വിഷാദരോഗവും ആത്മഹത്യയിൽ വരെ കൊണ്ടെത്തിക്കുന്ന കാര്യമാണ് രോഗം, വാർദ്ധക്യം, അംഗവൈകല്യം മുതലായവ. പഴയതുപോലെ നടക്കുവാനും കളിക്കുവാനും വിനോദിക്കുവാനും ആഹ്ലാദിക്കുവാനും അധ്വാനിക്കുവാനും തങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്നും തങ്ങൾ കുടുംബത്തിനും സമൂഹത്തിനും ഒരു ബാധ്യതയാണെന്ന ചിന്തകൾ ഉണ്ടാകുമ്പോൾ നിരാശയുണ്ടാകും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അനാഥകളെയും അഗതികളെയും മാതാപിതാക്കളെയും വൃദ്ധരെയും രോഗികളെയും സംരക്ഷിക്കാനുള്ള ബാധ്യത ഒരു വിശ്വാസിക്കുണ്ട്. അങ്ങനെ സംരക്ഷിച്ചാൽ പരലോകം ലഭിക്കും. ഒരു വ്യക്തിക്ക് രോഗം വന്നാൽ ആ വ്യക്തിയെ അദ്ദേഹത്തിന്റെ ഭാര്യയും സന്താനങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചരിക്കുന്നുവെങ്കിൽ അവർക്ക് അതുവഴിയായിരിക്കും സ്വർഗം ലഭിക്കുന്നത്. പിന്നീട് എന്തിനാ ചിന്ത വേണം? ഇനി അസുഖങ്ങളുടെ തീവ്രതയാണ് എങ്കിൽ ഏത് അസുഖങ്ങളെയും നേരിടാനുള്ള മനക്കരുത്ത് സ്രഷ്ടാവ് മനുഷ്യന് നൽകിയിട്ടുണ്ട്. പലപ്പോഴും അസുഖങ്ങളല്ല പ്രശ്നം, അതിനോടുള്ള മനോഭാവമാണ്. തടവറയിലെ 2 തടവുകാർ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു തടവുകാരൻ കണ്ടത് മാനത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ് എങ്കിൽ മറ്റേ തടവുകാരൻ കണ്ടത് നിലത്തെ ചളിയാണ്. അത് മനോഭാവത്തിന്റെ വ്യത്യാസമാണ്. ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും ദുഃഖവും ദാരിദ്ര്യവും സമ്പന്നതയും രോഗവും ആരോഗ്യവും എല്ലാം കൂടിച്ചേർന്നതാണ് ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരു വിശ്വാസി ബാധിക്കുന്ന ഓരോ ദുഃഖവും ദുരന്തവും വ്യാകുലതയും ക്ലേശവും ഒരു മുള്ളു തറക്കുന്നത് പോലും അവനിൽ നിന്നൊരു പാപത്തെ എടുത്തു മാറ്റുകയാണ് എന്ന്. ഗുരുതരമായ അസുഖം ബാധിച്ച ഒരാളോട് മറ്റൊരാൾ ചോദിച്ചു, ഈ അസുഖം എനിക്ക് എന്തിനു നൽകി ദൈവമേ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. എനിക്ക് പ്രശസ്തി ലഭിച്ചപ്പോൾ, സമ്പത്ത് ലഭിച്ചപ്പോൾ, ഭാര്യ ലഭിച്ചപ്പോൾ, നല്ലൊരു മകളെ ലഭിച്ചപ്പോൾ ഞാൻ ചോദിച്ചില്ല, ദൈവമേ ഈ അനുഗ്രഹങ്ങൾ എനിക്ക് എന്തിനു നൽകിയെന്ന്. അനുഗ്രഹങ്ങളുടെ സമയത്ത് എന്തിന് എന്ന് ചോദിച്ചിട്ടില്ല എങ്കിൽ ദുരന്തങ്ങളുടെ സമയത്ത് എന്തിന് എന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നന്ദി കാണിക്കുക, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക. കർമ്മശാസ്ത്ര പണ്ഡിതനായി ഉർവത്ത് ബിൻ സുബൈറിന്റെ കാലുകൾക്ക് പഴുപ്പ് ബാധിച്ചു. ഡോക്ടർമാർ അത് മുറിച്ചു കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കുവാൻ പോയപ്പോൾ ഓർമ്മകെടുത്താനുള്ള മരുന്ന് നൽകാൻ അവർ ശ്രമിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഓർമ്മകെടുത്തരുത്, ഓർമ്മകെടുത്താതെ തന്നെ കാല് മുറിച്ച് മാറ്റിക്കൊള്ളു. അങ്ങനെ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഹാ എന്നൊരു ശബ്ദം പോലും അദ്ദേഹം പുറപ്പെട്ടിരിച്ചില്ല. അന്ന് രാത്രി വീണ്ടും അദ്ദേഹത്തിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ ഒരാൾ ടെറസിൽ നിന്ന് വീണ് മരിച്ചു.
ഇത് കേട്ടപ്പോഴും അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവൻ എനിക്ക് 4 അവയവങ്ങൾ നൽകി. ഒന്ന് തിരിച്ചെടുത്തെങ്കിൽ ബാക്കി അവശേഷിപ്പിച്ചല്ലോ. തിരിച്ചെടുത്തത് അവനെങ്കിൽ നൽകിയതും അവനല്ലേ. അവൻ എനിക്ക് സന്താനങ്ങളെ നൽകി. ഒരാളെ അവൻ തിരിച്ചെടുത്തു, ബാക്കിയുള്ളവരെ അവൻ അവശേഷിപ്പിച്ചു. തിരിച്ചെടുത്തത് അവനെങ്കിൽ നൽകിയതും അവനല്ലേ. ഇതാണ് വിശ്വാസം. ഒരു ഭർത്താവിന്റെ കാല് മുറിച്ചു മാറ്റിയപ്പോൾ ഭാര്യയ്ക്ക് നിരാശയായി. ഭാര്യ ചിന്തിച്ചത് മുഴുവനും നടക്കാത്ത കാര്യങ്ങളാണ്. ഭർത്താവ് നടക്കില്ല, ഓടില്ല, നീന്തുവാൻ പറ്റില്ല. എന്നാൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ലേഖനങ്ങൾ എഴുതാം, പ്രഭാഷണങ്ങൾ നടത്താം, സുഹൃത്തുക്കളെ വിളിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതിനെ സംബന്ധിച്ച് ചിന്തിച്ചില്ല. ഇസ്ലാമിക പ്രബോധന രംഗങ്ങളിൽ ഗ്രന്ഥരചനയിലൂടെയും മറ്റും സജീവമായ നമ്മുടെ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ 2.5 വയസ്സുള്ള കുട്ടിയോടുള്ള സ്നേഹം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹം പ്രബോധന പ്രവർത്തനവുമായി മറ്റൊരിടത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കുട്ടി 8ാം നിലയിൽ നിന്ന് വീണ് മരിച്ചത്. അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഞാൻ ഗ്രന്ഥങ്ങൾ രചിച്ച ആളല്ലേ, പ്രബോധനം നടത്തിയ ആളല്ലേ, ഒരുപാട് സമയം ഞാൻ ചെലവഴിച്ചിട്ടില്ല അള്ളാഹുവിന് വേണ്ടി, ഇനി ഞാൻ പ്രബോധനം അവസാനിപ്പിക്കുന്നു. അതല്ല അദ്ദേഹം ചെയ്തത്. പൂർവാധികം ശക്തിയോടുകൂടി പ്രബോധന രംഗത്തിറങ്ങി. തന്റെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും നാടിനെയും മതവിശ്വാസത്തെയും ഉപേക്ഷിച്ച് മറ്റൊരു മതവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഇറങ്ങിത്തിരിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ, ലാളിച്ചു വളർത്തിയ പൊന്നുമകൻ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോഴും മരണം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം അവർ തറാബിയ നമസ്കരിച്ചു. അമുസ്ലിമായ മാതാവ് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് അള്ളാഹുവിന്റെ അധീനതയിലാണ്, അള്ളാഹു തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ളൊരു മനോദാർഢ്യം കാണിച്ചത്, അവർക്കിത് ലഭിച്ചത് ഈമാനാണ്, വിശ്വാസമാണ്, ഇസ്ലാം നൽകിയ മനക്കരുത്താണ്. ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്ന ഒരുപാട് ധനികർ നമുക്കിടയിലുണ്ട്, അൽഹംദുലില്ലാഹ്. എന്നാൽ ധനത്തോടൊപ്പം സമയം നീക്കിവെക്കുന്ന ആളുകൾ അപൂർവമാണ്. അത്തരത്തിലുള്ള ഒരു വ്യവസായി എറണാകുളത്തുണ്ട്. കോടികളുടെ ഇടപാടുകൾ നടത്തുമ്പോഴും ഇസ്ലാമികമായ ഒരു പ്രബോധന പ്രവർത്തനത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചാൽ ഉടനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു വ്യവസായി. 20 വർഷത്തോളം സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ തൻ്റെ മൂത്ത മകൻ കൺമുൻപിൽ വെച്ച് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കുവാനേ സാധിച്ചു. ഒരു പിതാവിൻ്റെ അവസ്ഥ നോക്കുക. മുങ്ങി മരിക്കുന്ന ഘട്ടത്തിൽ നിസ്സഹായനായി നോക്കി നിൽക്കുക, അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. അദ്ദേഹത്തിനും ചോദിക്കാമായിരുന്നു, അള്ളാഹുവെ, ഞാൻ ഒരുപാട് ധനം ചെലവഴിച്ചതല്ലേ നിന്റെ മാർഗത്തിൽ, ഒരുപാട് സമയം ഞാൻ നീക്കിവെച്ചതല്ലേ, എന്നിട്ട് എൻ്റെ മകനെ എന്തിനു കൊണ്ടുപോയി എന്നല്ല അദ്ദേഹം ചോദിച്ചത്. ആ കുട്ടി മരിച്ച പ്രദേശത്ത് വലിയൊരു മസ്ജിദ് നിർമ്മിച്ച് അള്ളാഹുമായി അടുക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഈ ഒരു മനോഭാവമാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. അത്തരത്തിലുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സുകളിലുണ്ട് എങ്കിൽ ജീവിതത്തിൻ്റെ എന്ത് പ്രശ്നം, ദാരിദ്ര്യമാണെങ്കിലും പട്ടിണിയാണെങ്കിലും ഗുരുതരമായ അസുഖങ്ങളാണെങ്കിലും അംഗവൈകല്യമാണെങ്കിലും നമുക്ക് നേരിടുവാൻ സാധിക്കും. പണ്ട് നാട്ടുംപുറങ്ങളിൽ ചുമട് താങ്ങികളുണ്ട്. 2 കല്ലുകൾ ഇങ്ങനെ കുത്തനെ വെച്ചിരിക്കും, ഒരു കല്ല് അതിൻ്റെ പുറത്ത് വെക്കും. അങ്ങനെ ഭാരവും താങ്ങി വരുമ്പോൾ ശിരസിന് ഭാരവും പാദങ്ങൾക്ക് തളർച്ചയും അനുഭവപ്പെടുമ്പോൾ പരസഹായമില്ലാതെ ഈ ഭാരം ഈ ചുമട് താങ്ങിയുടെ പുറത്ത് ഇറക്കി വെച്ച് തൊട്ടടുത്ത മരത്തിൻ്റെ ശീതളച്ചായയിൽ വിശ്രമിച്ച് അല്പം കഴിഞ്ഞ് നടന്നു പോകും. അതുപോലെ ജിന്നുമ്മമാരുടെയും തങ്ങന്മാരുടെയും ഇടനിലക്കാരുടെയും പുരോഹിതരുടെയും മനുഷ്യദൈവങ്ങളുടെയും ഒന്നും ആവശ്യമില്ലാതെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എല്ലാം നമുക്ക് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ആ ഭാരം അവിടെ ഇറക്കി വെക്കുവാൻ സാധിക്കും. അള്ളാഹു ചോദിക്കുന്നില്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബദഹു, ഞാൻ പോരെ എൻ്റെ ദാസന്, നിങ്ങൾ ചോദിക്കൂ ഞാൻ ഉത്തരം നൽകാൻ. നമ്മുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഒരു സൈക്കാട്രിസ്റ്റ്, ഒരു മനഃശാസ്ത്രജ്ഞൻ നമ്മോടൊപ്പമുണ്ട്. എന്തൊരു മനഃശാന്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു മുസ്ലിം ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾ സുഹൃതവാനാണ് എങ്കിൽ നന്മകൾ അധികരിപ്പിക്കാൻ സാധിക്കും, നിങ്ങൾ പാപിയാണെങ്കിൽ പാപമോചനത്തിന് അവസരം ലഭിക്കും. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുതെന്ന വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിൽ 29-ാം വചനം നമുക്ക് എങ്ങനെയാണ് വിസ്മരിക്കാൻ കഴിയുന്നത്?
സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടുന്നവർ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം നിലനിൽക്കെ തന്നെ അങ്ങനെ പോരാടിയിരുന്ന ഒരു വ്യക്തിക്ക് പരിക്കേൽക്കുകയും വേദന സഹിക്കുവാൻ സാധിക്കാതെ ആയുധം തന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി ആത്മഹത്യ ചെയ്ത ഒറ്റ കാരണത്താൽ അയാൾ നരകാർഹനാണെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ വാക്കുകൾ നമുക്കെങ്ങനെയാണ് വിസ്മരിക്കാൻ കഴിയുന്നത്? മലമുകളിൽ